കൊറിയക്കാരെ പോലുള്ള ഗ്ലാസ് സ്കിൻ നേടാൻ വേണ്ടി ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ആ ഒരു ക്രീം ഉപയോഗിച്ചതിന് ശേഷം സ്കിന്നിന് മാറ്റം കിട്ടിയത്. ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന്. അടിപൊളി സംഭവമാണ്. ഈ ഒരു ക്രീം നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിക്കണേ. 1/2 കപ്പ് ചോറ് വേണം. ഉപ്പിടാതെ വേവിച്ച ചോറാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് കഞ്ഞിവെള്ളം ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം. പിന്നെ ഇതൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു തുണി വിരിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു സത്ത് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചതുണ്ടല്ലോ അതിൻ്റെ ആ ഒരു സത്ത് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് എടുക്കേണ്ടതാണ്. നമ്മുടെ ചോറെന്ന് പറയുന്നതും നമ്മുടെ സ്കിന്നിന് നല്ല പോലെ നിറം നൽകാൻ സഹായിക്കുന്നതാണ്. സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാൻ നമ്മുടെ ഈ ഒരു ചോറിൻ്റെ ഈ ഒരു പൾപ്പിൽ നിന്ന് സാധിക്കുന്നതാണ്. നമുക്ക് ചോറ് വേണമെങ്കിലും അരച്ച് മുഖത്ത് തേക്കാവുന്നതൊക്കെയാണ്. ഇതുണ്ട്, ഇത് നമുക്ക് കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്കിന്നിലൊക്കെ ഇടുന്ന പാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്. നമ്മുടെ സ്കിന്നിന് വിറ്റാമിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിലും സ്കിൻ ഡാമേജ് ആവാനൊക്കെ ഇടയാകുന്നതാണ്. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർക്കണം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. അങ്ങനെ മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. ഇനി ഇതിലേക്ക് ഗ്ലിസറിനാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അത് 1 ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സംഭവം കണ്ടോ, ഈ ഒരു ക്രീം പരുവത്തിലായി കിട്ടും. എന്തിന് നിങ്ങൾ വിപണിയിൽ കിട്ടുന്ന ക്രീമിൻ്റെ പുറകിന് പോകണം. ഇനി ഞാനിതാ എൻ്റെ മുഖത്തും കൈകളിലും ഇട്ടിട്ടുള്ള ആ ഒരു മാറ്റം കാണിക്കാം. സംഭവം കണ്ടോ, ഞാൻ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുഖത്ത് ഇടുന്നതിൻ്റെ മുന്നേയായിട്ട് ഫേസ് നല്ലപോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ക്രീം ഉപയോഗിക്കാൻ. നൈറ്റാണ് ഈ ഒരു ക്രീം ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ സ്കിന്നിൽ ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഇറിറ്റേഷൻ, രാത്രി കിടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നൈറ്റ് ഫുള്ളായിട്ട് സ്കിന്നിൽ ഇടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. സ്കിന്നിന് നല്ലപോലെ മാറ്റം നേടാൻ ഈ ഒരു ക്രീമിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കും. നിങ്ങളുടെ സ്കിന്നിന് നല്ലപോലെ മാറ്റം കിട്ടുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ക്രീം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആവും, നല്ലപോലെ നിറവും വെക്കും. നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീം ഇട്ടാൽ മാത്രം മതി. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണം. ഞാൻ മുഖത്ത് നിന്ന് ഒരു 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ കണ്ടോ നിങ്ങൾ? എൻ്റെ കൈയും മുഖവും തമ്മിലുള്ള ആ ഒരു പകൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ.